Hi students, welcome back to our investment class. In this video, I want to explain about what is a portfolio, meaning of portfolio, then its definition and its objectives, characteristics, and how to calculate the portfolio return. First, we move on to the introductory part of portfolio. That means what is portfolio? Portfolio means this is a group of financial assets such as shares, bonds, debt instruments, mutual funds, cash equivalents, etc. This is a collection of securities and it is not desirable to invest the entire fund of an individual or an institution in a single security. Therefore, a portfolio comprises of different types of securities and assets. The investors acquire different sets of assets of financial nature, such as gold, silver, real estate, building, insurance, etc. Okay, then when investors talk about their portfolio, they are referring to all of the stocks, bonds, mutual funds, etc. And they own. And if the investor owned 20 shares of DCM and 10 shares of ACC, his entire portfolio would consist of those 30 shares of stock. Okay, അപ്പോൾ portfolio എന്ന് പറയുന്നത് this is a collection of securities. This is a a portfolio is planned to stabilize the risk of non-performance of various pools of investment. പോർട്ട്ഫോളിയോ ചുരുക്കി പറയുകയാണെങ്കിൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്ററുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാ എമൗണ്ടും കൂടെ ഒരെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ പകരം പല സെക്യൂരിറ്റികൾ ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസിൻ്റെ കളക്ഷനെയാണ് പറയുക പോർട്ട്ഫോളിയോ എന്നുള്ളത്. സാധാരണ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരു ഇൻവെസ്റ്ററുടെ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റിയിൽ മാത്രം ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് റിസ്ക് ആണ്. കാരണം എന്തെങ്കിലും ഇപ്പം നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ ആ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് മൊത്തം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് സെക്യൂരിറ്റികളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റർ ആകുമ്പോൾ പല സെക്യൂരിറ്റികൾ സെലക്ട് ചെയ്യും. ഈ സെക്യൂരിറ്റികളുടെ എല്ലാത്തിൻ്റെയും കോമ്പിനേഷനെയാണ് പറയുക പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് റിസ്ക് വിത്തൗട്ട് സാക്രിഫൈസിങ് റിട്ടേൺ. ഏതൊരു ഇൻവെസ്റ്ററുടെയും മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഏൺ റിട്ടേൺ. ദിസ് റിട്ടേൺ മേ ബി ഇൻ ദ ഫോം ഓഫ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓർ in the form of regular dividend or regular interest etc. അപ്പോൾ ഈ റിട്ടേൺ സാക്രിഫൈസ് ചെയ്യാതെ തന്നെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഓക്കെ, അപ്പോൾ എന്താ പോർട്ട്ഫോളിയോ എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ദിസ് ഇസ് എ collection of securities. Next, different types of portfolios. There are 5 or more different types of portfolios are there. First one is aggressive portfolio. An aggressive portfolio includes those stocks that offer big returns and carry big risk. And stocks in this category typically have high beta value or sensitivity to the overall market. ദാറ്റ് ഈസ് ബീറ്റ എന്ന് പറയുന്നത് ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ റിസ്കിനെ പറ്റി മുൻപ് പഠിച്ചിരുന്നു. റിസ്ക് എന്ന് പറയുമ്പോൾ അതിൽ സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട്, അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട്. അതിൽ ആ സിസ്റ്റമാറ്റിക് റിസ്കിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബീറ്റ. ഈ ബീറ്റ വാല്യൂ ഹൈ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള പോർട്ട്ഫോളിയോസ് ഉണ്ട്. ഈ പോർട്ട്ഫോളിയോസിനെയാണ് നമ്മൾ പറയുക അഗ്രസീവ് പോർട്ട്ഫോളിയോ. ബീറ്റ വാല്യൂ ഹൈ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇതാണ്, മാർക്കറ്റിൽ എന്ത് ചേഞ്ച് വന്നാലും ഓവറോൾ മാർക്കറ്റിലുള്ള ആ ഒരു ചേഞ്ച് ആ സെക്യൂരിറ്റിയുടെ റിട്ടേണിന് അത് എഫക്ട് ചെയ്യും എന്നുള്ളതാണ് ബീറ്റ വാല്യൂ. അതിൻ്റെ ആ സെൻസിറ്റിവിറ്റിയാണ് ബീറ്റ വാല്യൂ കൊണ്ട് നമ്മൾ എന്താണ് എന്നുള്ളത് മെൻഷൻ ചെയ്യണത്. അപ്പോൾ അങ്ങനെ സെക്യൂരിറ്റി മാർക്കറ്റിൽ എന്ത് ചേഞ്ച് വന്നാലും ആ ചേഞ്ച് അപ്പം തന്നെ നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റിയിൽ റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയാം അഗ്രസീവ് പോർട്ട്ഫോളിയോ എന്ന് പറയാം. ഇങ്ങനെയുള്ള സെക്യൂരിറ്റികൾക്ക് റിസ്ക് കൂടുതലാണ്. Higher beta stocks consistently experience larger fluctuations relating to overall market. And this portfolio includes stocks of rapidly growing companies of all types that over the next few years are expected to deliver rapid annual earnings growth.
അപ്പോൾ ഈ സെക്യൂരിറ്റിയിൽ അഗ്രസീവ് പോർട്ട്ഫോളിയോയിൽ വരുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് റാപ്പിഡ്ലി ഗ്രോയിങ് ആയിട്ടുള്ള കമ്പനീസിൻ്റെയാണ്. ഈ കമ്പനീസിന് ഇപ്പോൾ റിസ്ക് അതിനനുസരിച്ച് നമുക്ക് കൂടുതലായിരിക്കും, എന്നാൽ ഫ്യൂച്ചറിൽ നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ കൂടുതൽ കിട്ടും ആ ഒരു ടൈപ്പിൽ വരുന്ന സെക്യൂരിറ്റികളുടെ കോമ്പിനേഷനാണ് അഗ്രസീവ് പോർട്ട്ഫോളിയോ. Then next one, conservative portfolio. Conservative portfolio means the conservative investment strategies which gives a priority to investment. Priority to safety are most appropriate for investors who are risk averse category. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൽ തന്നെ ഒന്നും കൂടി കൺസർവേറ്റീവ് നേച്ചർ ഉള്ളതുണ്ട്. കൺസർവേറ്റീവ് നേച്ചർ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് അവർ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക, സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അത്രയും എമൗണ്ട് എങ്കിലും അവർക്ക് തിരികെ കിട്ടും എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിൽ ആ നേച്ചറുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവർ പ്രിഫർ ചെയ്യുന്ന സെക്യൂരിറ്റീസിന്റെ കോമ്പിനേഷനെയാണ് പറയുക കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ. It consists of risk-free investment like bank deposit, government bonds, etc. ഇതൊക്കെ ആയിരിക്കും കൂടുതലും കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കുക. ദെൻ കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോയുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് is to maintain the real value of the portfolio or to protect the value of the portfolio against inflation. അപ്പോൾ കൺസർവേറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നതാണ് കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ. അവിടെ റിസ്ക് അവരെടുക്കാൻ റെഡി ആവില്ല, അവർ എപ്പോഴും സേഫ്റ്റിക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ഡിഫെൻസീവ് സ്റ്റോക്ക്. ഡിഫെൻസീവ് സ്റ്റോക്സ് ഡു നോട്ട് യൂഷ്വലി ക്യാരി എ ഹൈ ബീറ്റ. അല്ലെങ്കിൽ ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ടും ബീറ്റ വാല്യൂ ലോവർ ആയിരിക്കും അഗ്രസീവ് പോർട്ട്ഫോളിയോ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ. ദേ ആർ റിലേറ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം ബ്രോഡ് മാർക്കറ്റ് മൂവ്മെന്റ്സ്. അപ്പോൾ മാർക്കറ്റിലുള്ള മൂവ്മെന്റ്സ് അപ്പം തന്നെ സെക്യൂരിറ്റികൾ ഫ്ലക്ച്വേറ്റ് ചെയ്യാത്ത ടൈപ്പ് സെക്യൂരിറ്റികളായിരിക്കും ഡിഫെൻസീവ് പോർട്ട്ഫോളിയോയിൽ വരിക. ദെൻ അടുത്തത് ഇൻകം പോർട്ട്ഫോളിയോ ആണ്. ഇൻകം പോർട്ട്ഫോളിയോ ഫോക്കസസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് ദാറ്റ് മേക്ക് മണി ഫ്രം ഡിവിഡൻസ് ഓർ അതർ ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് റിട്ടേൺ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് റിട്ടേൺ കിട്ടണം, റിട്ടേൺ വേണം, റെഗുലർ ആയിട്ട് റിട്ടേൺ വേണം, റെഗുലർ ഇൻകം വേണം, അങ്ങനെ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നതാണ് ഇൻകം പോർട്ട്ഫോളിയോ. ആ ഒരു ടൈപ്പ് സെക്യൂരിറ്റീസ് ആയിരിക്കും ഈ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ്, സ്പെക്കുലേറ്റീവ് പോർട്ട്ഫോളിയോ. സ്പെക്കുലേറ്റീവ് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ഗാംബ്ലിംഗ് എന്ന് നമുക്കറിയാം ഹൈ റിസ്ക് ആയിട്ടുള്ളതാണ്. ഹൈ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഗാംബ്ലിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ അത്രയും റിസ്ക് സ്പെക്കുലേറ്റീവ് പോർട്ട്ഫോളിയോയുടെ കേസസിൽ ഉണ്ടായിരിക്കും. It entails taking more risk than any of the others discussed here. നമ്മൾ ഇതിൽ പറയുന്നതിൽ ഒന്നും ഇത്രയും റിസ്ക് ഉണ്ടായിരിക്കില്ല. ഏറ്റവും റിസ്കി കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റീസ് ആയിരിക്കും സ്പെക്കുലേറ്റീവ് പോർട്ട്ഫോളിയോയിൽ വരിക. ദെൻ നെക്സ്റ്റ് വൺ, ഹൈബ്രിഡ് പോർട്ട്ഫോളിയോ. ഹൈബ്രിഡ് പോർട്ട്ഫോളിയോ വുഡ് മിക്സ് stocks and bonds in relatively fixed proportion. This approach offers a diversification across multiple asset classes. ഹൈബ്രിഡ് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി സ്റ്റോക്സിൻ്റെയും ബോണ്ടിൻ്റെയും ഒക്കെ ഒരു മിക്സ് ആയിരിക്കും. അത് ഏകദേശം ഒരു ഫിക്സഡ് പ്രൊപ്പോർഷനിലായിരിക്കും സ്റ്റോക്കിൻ്റെയും ബോണ്ടിൻ്റെയും കോമ്പിനേഷൻ വരുന്നത്. ഇത് മിക്കവാറും ഒരുവിധം എല്ലാം നമുക്ക് നല്ല രീതിയിൽ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തിയിട്ടുള്ള, അതായത് ഡിഫറെൻറ്റ് കാറ്റഗറികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ടൈപ്പ് പോർട്ട്ഫോളിയോ ആണ് ഹൈബ്രിഡ് പോർട്ട്ഫോളിയോ. ദെൻ വൺ മോർ, ദാറ്റ് ഇസ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. The proper goal of portfolio construction is to generate a portfolio that provides the highest returns at a given level of risk. An efficient portfolio is also known as optimal portfolio. Optimal portfolio എന്ന് തന്നെയാണ് efficient portfolio അറിയപ്പെടുക. ഇതിൽ ഇത്രയേ ഉള്ളൂ, എത്ര നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടോ ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിൽ നമ്മൾ എത്ര റിസ്ക് എടുക്കുന്നുണ്ടോ ആ എടുക്കുന്ന റിസ്കിന് അതിൻ്റെ മോഡറേറ്റ് ലെവലിലുള്ള റിസ്ക് എടുക്കുന്നതിന് അതിന് എത്ര നമുക്ക് മാക്സിമം റിട്ടേൺ ഗെയിൻ ചെയ്യാൻ പറ്റും, അങ്ങനെ ഗെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സെക്യൂരിറ്റികളായിരിക്കും ഈ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക, ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക. And is one that provides that best expected return on a given level of risk, or alternatively the minimum risk for a given expected return. നമ്മൾ ഒരു മോഡറേറ്റ് ലെവലിൽ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ ആ എടുക്കുന്ന ലെവൽ റിസ്കിന് എത്രയാണ് മാക്സിമം റിട്ടേൺ കിട്ടുക, മാക്സിമം റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള സെക്യൂരിറ്റികളാണ്
efficient പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കും. Okay, these are the various types of portfolios. Okay, then next we move on to portfolio management. What is portfolio management? നമ്മൾ പറഞ്ഞു പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുന്നതിൽ രണ്ട് കാര്യമാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതായത് റിസ്ക്കും റിട്ടേൺ. ഈ എടുക്കുന്ന റിസ്കിന് മാക്സിമം റിട്ടേൺ കിട്ടുക, അതാണ് നമ്മൾ പോർട്ട്ഫോളിയോ. ഇപ്പോൾ പല റിസ്ക് കുറച്ച് അതിൽ നിന്ന് കുറഞ്ഞ റിസ്ക് ആയാലും എടുക്കുന്ന റിസ്കിന് മാക്സിമം റിട്ടേൺ ഗെയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്, ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസിലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ആ രണ്ട് ഒബ്ജക്റ്റീവ്, അതായത് മിനിമം ലെവല് റിസ്ക്, അതിന് മാക്സിമം ലെവല് റിട്ടേൺ കിട്ടുന്ന രീതിയിൽ പോർട്ട്ഫോളിയോനെ എപ്പോഴും അറേഞ്ച് ചെയ്ത് അത് മാനേജ് ചെയ്യുന്നതിന് ആ ഒരു പ്രോസസ്സ് ഉണ്ട്, അതിനെയാണ് പറയുക പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ. And portfolio management is a complex process which tries to make investment activity more rewarding and less risky. This is both art and science. This is a dynamic decision making process about investment. Therefore, it is a continuous and systematic process. And the portfolio management is a process in which it includes many activities of investment in assets and securities, like planning, supervision, timing, rationalism, conservatism, etc. ഇതൊക്കെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, സെക്യൂരിറ്റീസ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇൻവെസ്റ്റർക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഇൻവെസ്റ്ററുടെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പോർട്ട്ഫോളിയോ എടുക്കാം. അപ്പോൾ ഒരു ഹൈ റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അയാൾ എത്ര റിസ്ക് എടുക്കുന്നുണ്ടോ ആ എടുക്കുന്ന റിസ്കിനുള്ള റിട്ടേൺ കിട്ടുന്ന സെക്യൂരിറ്റികൾ. അപ്പോൾ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ അത് സെലക്ട് ചെയ്യുന്ന ഇൻവെസ്റ്ററുടെ ഒബ്ജക്റ്റീവിനനുസരിച്ച് പോർട്ട്ഫോളിയോയുടെ നേച്ചർ മാറും. അപ്പോൾ അവരുടെ ഒബ്ജക്റ്റീവ് എന്താണോ ആ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഈ പോർട്ട്ഫോളിയോനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ ചെയ്യുക. Then objectives ആണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്. There are 7 points. There are 7 objectives of portfolio management. First one, safety of principal amount. Every investor is prefer safety of their investment. ഏതൊരു ഇൻവെസ്റ്റർ ആയാലും എപ്പോഴും ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എങ്കിലും തിരികെ കിട്ടണം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ആളാണ് ആയിരിക്കും. അങ്ങനെയാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സും. അപ്പോൾ പോർട്ട്ഫോളിയോ നമ്മൾ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ വെക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അത്രയെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടില്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതാണ് സേഫ്റ്റി ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് നോട്ട് ഓൺലി ഇൻവോൾവ്സ് കീപ്പിംഗ് ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻടാക്ട് ബട്ട് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടുവേർഡ്സ് ദ ഗ്രോത്ത് ഓഫ് ഇറ്റ്സ് പർച്ചേസിംഗ് പവർ ഓവർ ദ പീരീഡ്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അത് എല്ലാ കാലത്തും അത്ര തന്നെ. ഇപ്പൊ 10 വർഷം മുൻപ് നമ്മൾ ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടും ഈ 1 lakh തന്നെ മതി എന്നല്ല, അതിന് ഒരു അപ്രീസിയേഷനും കൂടി അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പൊ അതും കൂടെ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കിട്ടും വേണം, എന്നാൽ അതിന്റെ കൂടെ ചെറിയൊരു അപ്രീസിയേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ പോർട്ട്ഫോളിയോനെ മാനേജ് ചെയ്യാം. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഡിസ്പോസിബിൾ ഇൻകം. The objective of some investors' portfolio management is that only their current wealth is invested in the securities and also want a channel where their future income will be invested. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഡിസ്പോസിബിൾ ഇൻകം അത് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള പർപ്പസ് ഉള്ളവരും ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഇപ്പോഴായാലും ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എപ്പോൾ ആവശ്യം വന്നാലും അത് എടുക്കാം, അത് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വരുന്നത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ് അടുത്തത്, ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മാത്രമല്ല, അത് കൂടാതെ ക്യാപിറ്റൽ അപ്രീസിയേഷനും കൂടെ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. Then next one, marketability. A good portfolio consists of investment which can be marketed without difficulty. If there are too many utilized or inactive shares in a portfolio, it is very difficult to dispose of and switching from one investment to another. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റികൾ എപ്പോൾ ആവശ്യം വന്നാലും മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ, വിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കൂടെ അവർ ചെക്ക് ചെയ്യണം. ആ രീതിയിലുള്ള സെക്യൂരിറ്റികൾ മാത്രം പ്രിഫർ ചെയ്താൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ലിക്വിഡിറ്റി.
Liquidity ensure and portfolio should ensure that there are enough funds available at short notice to meet the investors' liquidity requirements. Okay, it is desirable to keep some stocks which can easily be converted into cash in case of urgent financial requirements. അപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം ലോങ് ടൈം നേച്ചർ ഉള്ളത് എടുക്കാതെ ചിലതെങ്കിലും നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെക്യൂരിറ്റീസും പ്രിഫർ ചെയ്യണം. എന്നാലാണ് എന്തെങ്കിലും ഒരു എമർജൻസി ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് മീറ്റ് ചെയ്യാനായിട്ട് ഫണ്ട് കണ്ടെത്താൻ പറ്റുള്ളൂ. Then next, diversified portfolio. Diversified portfolio എന്ന് പറയുമ്പോൾ നമുക്ക് റിസ്ക് പരമാവധി കുറയ്ക്കാം. ഡൈവേഴ്സിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി റിസ്ക്കും ലോസും കുറയ്ക്കാനായിട്ട് പറ്റും. Then minimal tax burden. That means tax planning. Since taxation is an important variable in total planning, a good portfolio should enable its owner to enjoy a favorable tax planning. ചില സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ടാക്സ് നമുക്ക് പ്ലാൻ ചെയ്ത് ടാക്സ് എമൗണ്ട് പേ ചെയ്യുന്ന ടാക്സ് എമൗണ്ട് കുറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ചില കാറ്റഗറിയാണ് ഇൻകം ടാക്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. പ്രധാനമന്ത്രി യോജനാസിൽ അതിൽ പലത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, അതിൽ ഫണ്ട് ഡൊണേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് വരുന്നത്, പിന്നെ NSC നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിന്റെ അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ദെൻ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സെക്യൂരിറ്റികളൊക്കെ നോക്കി പ്രിഫർ ചെയ്ത് അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് പ്ലാനിങ് നടത്താം, ടാക്സ് കുറയ്ക്കാനായിട്ട് പറ്റും. Then a good portfolio always aim at its tax planning and not tax evasion or tax avoidance. Tax evasion or tax avoidance അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ടാക്സ് പ്ലാനിങ് ആണ്. ടാക്സ് ഇവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ടാക്സ് അവോയ്ഡൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലീഗലായി. പക്ഷെ ഇവിടെ അത് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ടാക്സ് ഇൻകം ടാക്സിൽ തന്നെ ലൂപ്പ് ഹോൾസ് വെച്ച് നമുക്ക് ടാക്സ് പേ ചെയ്യണത് കുറയ്ക്കാന്നുള്ളതാണ് ഇതിൽ വരിക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും. പിന്നെ സ്റ്റേബിൾ കറന്റ് റിട്ടേൺ, ക്യാപിറ്റൽ അപ്രീസിയേഷൻ, ഇൻവെസ്റ്റ്മെന്റിന്റെ സേഫ്റ്റി, ഇതൊക്കെയാണ് മെയിനായിട്ടും പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരും. Then next one, portfolio management process ആണ്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പ്രോസസ്സിലെ മെയിൻ ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ പറഞ്ഞിരിക്കുന്ന 5 സെക്യൂരിറ്റി അനാലിസിസ്, പോർട്ട്ഫോളിയോ അനാലിസിസ്, പോർട്ട്ഫോളിയോ സെലക്ഷൻ ആൻഡ് പോർട്ട്ഫോളിയോ റിവിഷൻ ആൻഡ് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്താന്ന് പറഞ്ഞു? ദിസ് ഇസ് പ്രോസസ് ഓഫ് മെനി ആക്ടിവിറ്റീസ് ദാറ്റ് എയിം ടു ഒപ്റ്റിമൈസിങ് ദ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അതിൽ തന്നെ 5 ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 5 ഫേസസ് ഉണ്ടെങ്കിലും നമ്മൾ അതിന് മുൻപേ കുറച്ച് കാര്യങ്ങളും കൂടെ പ്ലാൻ ചെയ്തിട്ട് വേണം ഈ സ്റ്റേജസിലേക്ക് കടക്കാൻ. അപ്പൊ അതിലെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്. The main objective of any investment would be the expectation regarding return and the ability of the investor to assume risk. Then the investors would aim to achieve a steady income involving growth and higher return. Risk and returns are directly related. So more risk means more return and lower risk means lower return. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻവെസ്റ്റർ ആരാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഇൻവെസ്റ്ററുടെ ഒബ്ജക്റ്റീവ് എന്താന്നുള്ളത് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യലാണ്. ഇൻവെസ്റ്റേഴ്സ് നമ്മൾ പല കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. റിസ്ക് എവേഴ്സ്, റിസ്ക് ടേക്കേഴ്സ്, മോഡറേറ്റ് ലെവൽ റിസ്ക് എടുക്കുന്നവർ, ഇങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ അവരുടെ നേച്ചർ അനുസരിച്ച് അവരുടെ ഒബ്ജക്റ്റീവും ചേഞ്ച് ചെയ്യും. Objectives of investment also include liquidity requirements of the investor, then investment horizon, tax implication law, etc. ഇതൊക്കെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അപ്പോൾ ഈ എന്താണ് സെക്യൂരിറ്റി, ഈ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാൻ പോകുന്ന ആളുടെ ഒബ്ജക്റ്റീവ് എന്താന്നുള്ളത് അനലൈസ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ദെൻ അതിനുശേഷം നമ്മൾ അസറ്റ് മിക്സ് എങ്ങനെയൊക്കെ ആയിരിക്കണം, നമ്മുടെ അസറ്റ് മിക്സ് വേണം തീരുമാനിക്കണം. അതിൽ നമുക്ക് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ second activity of portfolio management is to decide upon the proportion of various asset categories to include in the investor's portfolio. That is selection of asset mix. The various asset category includes bond, debentures, stock, cash investment, precious metals like gold, silver, etc. ഇതൊക്കെ നമുക്ക് വരാവുന്ന ഓപ്ഷൻസ് ആണ്. അപ്പൊ അതിൽ എങ്ങനെ നമ്മൾ എത്ര പ്രൊപ്പോർഷൻ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം. അപ്പൊ അസറ്റ് മിക്സ് ഏതാണ് എന്നുള്ളത് ആദ്യം തന്നെ തീരുമാനിക്കാം.
Then third, formulation of portfolio strategy. After fixing the asset mix, next step for the investor is to formulate a portfolio strategy. That includes both portfolio strategy and active portfolio strategy and passive portfolio strategy. ഇതിൽ പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലുള്ള വേണം. ആക്റ്റീവ് പോർട്ട്ഫോളിയോ ആണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഹു ആർ അഗ്രസീവ് ടു ഗെറ്റ് ഹയർ റിട്ടേൺസ് ആൻഡ് ഏർണിങ്സ്. ആക്റ്റീവ് ആകുമ്പോൾ ഹയർ റിട്ടേണും ഹയർ റിസ്ക്കും വരുന്നതാണ്. പാസീവ് എന്ന് പറയുമ്പോൾ അതിൽ വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള പോർട്ട്ഫോളിയോ. അപ്പോൾ നമുക്ക് ഹൈ റിസ്കിനേക്കാൾ ഉപരി നമ്മളവിടെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസും പീരീഡിന് ഇമ്പോർട്ടൻസും ആണ് കൊടുക്കുക. അപ്പോൾ ഈ കാറ്റഗറിയിൽ ഏത് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി വേണം എന്നുള്ളത് തീരുമാനിക്കണം. എന്നിട്ടാണ് നമ്മൾ സെക്യൂരിറ്റി അനാലിസിസിലേക്ക് പോണത്. Security analysis. In this step, the investor actively involves himself in selecting securities. And security analysis requires the source of information on the basis of which analysis is made. അപ്പോൾ നമുക്ക് അനാലിസിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ സെക്യൂരിറ്റീസ് വേണം എന്നുള്ളത് നമ്മൾ മുൻപേ കൂട്ടി തീരുമാനിച്ചിരിക്കണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് അനാലിസിസ് നടത്തുക. സെക്യൂരിറ്റീസ് അനാലിസിസ് മേ ബി ടെക്നിക്കൽ അനാലിസിസ് ഓർ ഫണ്ടമെന്റൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസും ആണ് നമ്മൾ മെയിനായിട്ടും സെക്യൂരിറ്റി അനാലിസിസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതിൽ ഒരു സെക്യൂരിറ്റിയുടെ ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് വെച്ച് സ്റ്റഡി ചെയ്യുമ്പോഴാണ് അവിടെ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ബാലൻസ് ഷീറ്റിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ഒക്കെ ഡാറ്റ വെച്ച് അല്ലെങ്കിൽ വേറെ പ്രോസ്പെക്ടസിലെയോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആനുവൽ റിപ്പോർട്ടിൽ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ആ സെക്യൂരിറ്റിനെ പറ്റി ഇക്വേഷൻസ് ഒക്കെ ഇട്ട് കാണുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഡാറ്റാസ് വെച്ച് അത് വെച്ച് ഡയഗ്രാംസ് ഒക്കെ ആയിട്ട് ചാർട്ട് ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്ത് അനാലിസിസ് നടത്തുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്. ടെക്നിക്കലും ഫണ്ടമെന്റൽ അനാലിസിസും സെക്യൂരിറ്റി അനാലിസിസിൽ യൂസ് ചെയ്യുന്നത്. This helps security analysis helps to understand the nature and extent of risk of a particular security in the market. അപ്പോൾ എത്രയാണ് ഇതിനുള്ള റിസ്ക് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പോർട്ട്ഫോളിയോ അനാലിസിസ്. അപ്പോൾ അടുത്തത് നമ്മൾ ഈ സെക്യൂരിറ്റീസ് ഓരോന്നും അനലൈസ് ചെയ്തു. അതിനെ ബേസ് ചെയ്തിട്ട് സെലക്ട് പോർട്ട്ഫോളിയോ, ദെൻ അനലൈസസ് പോർട്ട്ഫോളിയോ. അടുത്ത പോർട്ട്ഫോളിയോ അനാലിസിസ് നടത്താണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഏതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് അത് വെച്ച് നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത പോർട്ട്ഫോളിയോ പറ്റി സ്റ്റഡി നടത്താണ്. ഓക്കെ, അത് നമ്മൾ ഒബ്ജക്റ്റീവ് വെച്ചിട്ടുണ്ടാവും. ആ ഒബ്ജക്റ്റീവ് മാച്ച് ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ അനാലിസിസ് നടത്തുന്നത്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ സെലക്ഷൻ. അപ്പോൾ അനാലിസിസ് നടത്തി നമ്മുടെ മാച്ച് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ആ സെക്യൂർ പോർട്ട്ഫോളിയോ നമ്മൾ സെലക്ട് ചെയ്തു. ഏത് കാറ്റഗറി, അതായത് പല ടൈപ്പ് പോർട്ട്ഫോളിയോ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അതിൽ ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തു. ആഫ്റ്റർ ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവും അസറ്റ് മിക്സ് ദെൻ പോർട്ട്ഫോളിയോനെ പറ്റിയൊക്കെ സ്റ്റഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് പോർട്ട്ഫോളിയോ എക്സിക്യൂഷനാണ്. The portfolio has to be executed by buying or selling the specified securities in given amounts. അപ്പോൾ ഇതുവരെ നമ്മൾ മുഴുവൻ നമ്മൾ ചെയ്തത് അതിൽ പ്ലാനിങ് സ്റ്റേജസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ പോർട്ട്ഫോളിയോ എക്സിക്യൂട്ട് ചെയ്തു. പോർട്ട്ഫോളിയോ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് റിവൈസ് ചെയ്യുക. പോർട്ട്ഫോളിയോയിൽ ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടാൽ മാത്രം പോരാ, നമ്മളത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് റിവൈസ് ചെയ്ത് നമ്മുടെ ഒബ്ജക്റ്റീവിനനുസരിച്ച് തന്നെയാണോ ഇപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോ ഉള്ളത് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. Portfolio manager has to constantly monitor and review portfolio according to the market condition. This is essential because risk return levels of various securities in the portfolio would have altered over time. And also the objective of the investor would also have changed. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ പോർട്ട്ഫോളിയോനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ നമ്മുടെ ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള മാർക്കറ്റിലെ റിട്ടേണും വെച്ച് മാച്ച് ചെയ്ത് പോകുന്നില്ലെങ്കിൽ നമ്മളത് മാറ്റണം, റിവൈസ് ചെയ്യണം. അത് മാറ്റാം. നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സെക്യൂരിറ്റീസിൽ ഏതാണ് ഇപ്പോൾ ലോസ് മേക്കിംഗ് ആയിട്ടുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റി മാറ്റി പകരം വീണ്ടും പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റി അതിൽ ആഡ് ചെയ്യും. അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ലാസ്റ്റ് വൺ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ.
Evaluating the portfolio or the performance of portfolio is another important step. And in this step, portfolio manager has to assess the performance of portfolio over a selected period of time. ഒരു പീരീഡ് സെലക്ട് ചെയ്യുക, മേ ബി 1 month or 2 month or 3 month. ഓക്കെ, അങ്ങനെ ഒരു പീരീഡ് സെലക്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് സ്റ്റഡി ചെയ്യും. ഓക്കെ, ദെൻ അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇനി വീണ്ടും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. ഇതൊക്കെയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ പ്രോസസ് ആയിട്ട് വരും. Each phase is essential and the success of each phase depends upon the efficiency in carrying out each phase. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓരോ സ്റ്റേജസിൽ പറഞ്ഞ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ എത്ര വരും എന്നുള്ളത് തീരുമാനിക്കുന്നത്. Okay, that's all about phases of or process of portfolio management. Then next we move on to portfolio and diversification. Diversification we already discussed in the last class. That is, diversification means invest in different types of securities. It is the practice of spreading your investments around different types of different kinds of securities. അതും പോർട്ട്ഫോളിയോയും തമ്മിൽ എന്താ റിലേഷൻ എന്നാണ് ഇതിൽ പറയുന്നത്. നമുക്ക് എപ്പോഴും പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ആ റിലേഷൻ നോക്കിയിട്ടാണ് ചെയ്യുക. It is one way to balance risk and reward in your investment portfolio by diversifying your assets. Diversification means the practice of spreading your investments around so that your exposure to any one type of asset is limited. And this practice is designed to help reduce the volatility of your portfolio over time. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മുടെ സെക്യൂരിറ്റിയിൽ നിന്ന് കിട്ടുന്ന ആ റിട്ടേണിൽ വേരിയേഷൻസ് വരുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതും ആക്ച്വലും തമ്മിൽ ഡീവിയേഷൻ വരുന്നതൊക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് ഒരു പരിധി വരെ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. This helps mitigate the risk and volatility in your portfolio, potentially reducing the number and severity of stomach churning ups and downs. That means നമുക്ക് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ലോസസ് ഒന്നും വരാതെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. റിസ്ക്കും റിട്ടേണും തമ്മിൽ അതൊരു ഏകദേശം നമുക്കൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. That's all about portfolio and diversification. Then next we move on to portfolio diversification. അത് പറയുമ്പോൾ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ നമ്മൾ പറയുന്നത്. ഈ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഹാരി എം മാർക്കോവിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ഹാരി എം മാർക്കോവിറ്റ്സിന്റെ. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഇനി അടുത്തത് കാൽക്കുലേഷൻ ആണ്. പോർട്ട്ഫോളിയോയുടെ റിസ്ക് റിട്ടേൺ കാൽക്കുലേഷൻ ആണ് അടുത്തത് നമുക്ക് ഈ ചാപ്റ്ററിൽ വരിക. അതിൽ ആദ്യത്തെ എങ്ങനെയാണ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ. റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചതാണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ രണ്ട് റിട്ടേൺ കാറ്റഗറിയാണ് വരിക. ഡിവിഡൻഡ് ഈൽഡ് വരുന്നതും ക്യാപിറ്റൽ ഗെയിൻ ഈൽഡും. അത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കാണാൻ പഠിച്ചത്. അത് തന്നെയാണ് ഇവിടുത്തെ ഇക്വേഷൻ, റേറ്റ് ഓഫ് റിട്ടേൺ. ചില സിറ്റുവേഷനിൽ നമുക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ ആദ്യം ഇത് കണ്ടുപിടിച്ചിട്ട് വേണം പോർട്ട്ഫോളിയോയുടെ റിട്ടേണിലേക്ക് പോകാൻ. ഇതിൽ D1 V1 എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺ. ഇപ്പം ഷെയറിന്റെ കേസ് ആണെങ്കിൽ ഡിവിഡൻഡ്, ദെൻ ഡിബഞ്ചറിന്റെയോ ബോണ്ടിന്റെ കേസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓരോ വർഷം നമുക്ക് റെഗുലർ ആയിട്ട് കിട്ടുന്ന ആ റിട്ടേൺ. ദെൻ അതിനെ ഡിവൈഡഡ് ബൈ P0 എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസ് ആണ്. P1 എന്ന് പറയുന്നത് പ്രൈസ് അറ്റ് ദി എൻഡ്, P0 പ്രൈസ് അറ്റ് ദി ബിഗിനിങ്ങും എൻഡും ആണ് 0യും 1. ഇത് വെച്ച് നമ്മൾ ആദ്യം റേറ്റ് ഓഫ് റിട്ടേൺ കാണണം, എന്നിട്ട് വേണം പോർട്ട്ഫോളിയോയുടെ റിട്ടേണിലേക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്? ദിസ് ഇസ് ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ റിട്ടേൺസ് ഓഫ് ഇൻഡിവിജ്വൽ അസറ്റ്സ് ഓർ സെക്യൂരിറ്റീസ് ഇൻ ദ പോർട്ട്ഫോളിയോ വിത്ത് വെയ്റ്റ്സ് ബീങ് ഈക്വൽ ടു ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഇൻ each asset. That is, this is the weighted average of the return of individual securities. ഓരോ നമ്മുടെ ഇതിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ പല സെക്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ മൊത്തം പോർട്ട്ഫോളിയോയിൽ എത്രയാണ് ഓരോ ടൈപ്പ് സെക്യൂരിറ്റിയും വന്നിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ആ പ്രൊപ്പോർഷനും
ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് റിട്ടേണും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മാണ് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ എന്ന് പറയുക. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് വെയ്റ്റഡ് ആവറേജ്. ഇവിടെ വെയ്റ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷനും ദെൻ പിന്നെ റിട്ടേണും ആണ് മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷന് വേണ്ടി ആവശ്യം. ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ, അതാണ് ERP എന്ന് എഴുതിയിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ. ഈ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ കാണാനായിട്ട് നമുക്ക് വേണ്ടത് WI മീൻസ് വെയിറ്റ് ഓർ പ്രൊപ്പോർഷൻ ഓഫ് എ സെക്യൂരിറ്റി ഇൻ ദ പോർട്ട്ഫോളിയോ. ദെൻ ERI എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി. ആ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ഇപ്പോൾ X ഉണ്ട്, Y ഉണ്ട്. എക്സും വൈ എന്നുള്ള രണ്ട് സെക്യൂരിറ്റി ഉണ്ട്. അതിൽ എക്സ് എന്നുള്ള സെക്യൂരിറ്റിയുടെ റിട്ടേൺ അപ്പോൾ ERX എന്ന് കൊടുക്കും. അതുപോലെ Y എന്നുള്ള സെക്യൂരിറ്റിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ അപ്പോൾ ERY എന്ന് കൊടുക്കും. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ERP എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ. ദെൻ RI മീൻസ് ദ റിട്ടേൺ ഓൺ ദ അസെറ്റ് I. ഏതൊക്കെ ഉണ്ടോ അതൊക്കെ അതിൻ്റെ I ഉണ്ട്, J ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും return, expected return. Then WI means weights or proportion of the security in portfolio. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ പോർട്ട്ഫോളിയോ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അതിൽ A എന്ന് പറയുന്ന സെക്യൂരിറ്റി 2 ലാഖും B എന്നുള്ള സെക്യൂരിറ്റി 5 ലാഖും ആണുള്ളത്. അങ്ങനെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന എമൗണ്ടും അതിൽ ഓരോന്നിന്റെ എമൗണ്ടും ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് അവർ വെയിറ്റ് തന്നിട്ടില്ല അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വെയിറ്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് റിട്ടേൺ തന്നിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് റിട്ടേൺ നമുക്ക് ഓരോന്നിൻ്റെയും തന്നിട്ടുണ്ട്. A എന്നുള്ള സെക്യൂരിറ്റിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 14%, B എന്നുള്ള സെക്യൂരിറ്റിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 16%. അടുത്തത് നമ്മൾ ഈ തന്നിരിക്കുന്ന വാല്യൂവിൽ നിന്ന് പ്രൊപ്പോർഷൻ കാണുകയാണ്. വാല്യൂവിൽ നിന്ന് പ്രൊപ്പോർഷൻ കാണാനായിട്ട് ചെയ്യേണ്ടത് A എന്നുള്ള സെക്യൂരിറ്റിയെ നമ്മൾ എടുക്കണം. അപ്പോൾ സെക്യൂരിറ്റി Aയിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ എമൗണ്ട്. 2 lakhs ഡിവൈഡഡ് ബൈ 7 lakhs ചെയ്ത് നമുക്ക് കിട്ടി 28.6% ആണ്. അതേപോലെ തന്നെ ബിയുടെ എടുക്കാം. അപ്പോൾ 5 lakh ഡിവൈഡഡ് ബൈ 7 lakh. അതിൻ്റെയും പെർസെൻറ്റേജ് നമുക്ക് രണ്ടും, ഇതിലിപ്പോൾ ഇവിടെ റിട്ടേണും പെർസെൻറ്റേജ് തന്നിരിക്കണേ, ദെൻ പ്രൊപ്പോർഷനും പെർസെൻറ്റേജ് വേണ്ട. ഏതെങ്കിലും ഒരെണ്ണം പെർസെൻറ്റേജിൽ എടുക്കുക, അതായത് ആ നമ്പറിൽ എടുക്കുക. അടുത്തത് പോയിന്റ് ആയിട്ട് എടുക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ അതേപോലെ തന്നെ. അപ്പോൾ ഇത് നമുക്ക് പോയിന്റ് ആയിട്ട് എടുക്കാം, പ്രൊപ്പോർഷണൽ. ഇനി നമ്മൾ ഇക്വേഷൻ ചെയ്യാം. കോളം വരച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോളം വരച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ഇട്ടാലും മതി. ഇവിടെ ആദ്യത്തെ കറസ്പോണ്ടിങ് ആദ്യത്തെ സെക്യൂരിറ്റി സെക്യൂരിറ്റി എയുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 0.286 ആണ്. ദെൻ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 14. അപ്പോൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 0.286 മൾട്ടിപ്ലൈഡ് ബൈ 14 പ്ലസ് അടുത്തത് സെക്യൂരിറ്റി ബിയുടെ പ്രൊപ്പോർഷൻ 0.714 ആണ്. അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 6 ആണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും സെക്യൂരിറ്റികളെ നമ്മൾ ഇതുപോലെ എക്സ്പെക്റ്റഡ് റിട്ടേണും കറസ്പോണ്ടിങ് വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സം എടുക്കുക. അതാണ് ഇവിടെ ഈ സിഗ്മ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണം ഉള്ളൂ. ഇവിടെ രണ്ട് സെക്യൂരിറ്റി ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേണും പ്രൊപ്പോർഷനും മൾട്ടിപ്ലൈ ചെയ്തു. ആ രണ്ടെണ്ണത്തിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്ത് ദെൻ രണ്ടിൻ്റെയും കൂടെ സം എടുത്തു. അപ്പോൾ നമ്മുടെ ആൻസർ, ഈ പോർട്ട്ഫോളിയോയുടെ ആൻസർ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ 8.288% ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ. എ പോർട്ട്ഫോളിയോ ഓഫ് 2 ഷെയർസ് എക്സ് ആൻഡ് വൈ. രണ്ട് സെക്യൂരിറ്റീസ് ആണ് പോർട്ട്ഫോളിയോയിലുള്ളത്, എക്സും വൈയും. Then the proportion of these two securities are 70% in the case of X and 30% in the case of Y. Then the expected returns of security X is 15% and security Y is 12%. Calculate the portfolio expected return. നമ്മുടെ ഇക്വേഷൻ ഓർക്കുക, ERI or ERP. ERP is equal to expected return of portfolio is equal to sigma W multiplied by ERI. WI എന്ന് പറയുന്നത് വെയ്റ്റ്സ്, ദെൻ ERI എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും നമ്മൾ ഓരോന്നിൻ്റെയും വെയിറ്റ് എടുക്കാം. ഇവിടെ വെയിറ്റ് 70, 13 തന്നിട്ടുണ്ട്. പോയിന്റിൽ എടുക്കാം. വെയിറ്റ് എടുക്കുന്നത് പോയിന്റിൽ എടുക്കുക. 0.7ഉം 0.3.
ദെൻ പ്രൊപ്പോർഷൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നിരിക്കുന്നത് അതേ വാല്യൂ തന്നെ എടുക്കുക. 0.73 multiplied by 0.7 multiplied by 15 plus 0.3 multiplied by 12. Then അത് രണ്ടിൻ്റെ കൂടെ ടോട്ടൽ എടുക്കുക 14.1. ഇങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാണുക. ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെക്യൂരിറ്റി എക്സിൻ്റെയും വൈയുടെയും എക്സ്പെക്റ്റഡ് റിട്ടേൺ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി അത് തരാത്ത കേസാണ് അടുത്തത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് നോക്കാം പോർട്ട്ഫോളിയോ ഓരോ സെക്യൂരിറ്റി തന്നിട്ടുണ്ട് ABCDE അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് ഇക്കോണമി, ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി വാല്യൂ, ദെൻ X എന്നുള്ള സെക്യൂരിറ്റിയുടെ റിട്ടേൺ, Y എന്നുള്ള സെക്യൂരിറ്റിയുടെ റിട്ടേൺ. ഇതിൽ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ ഓരോ പീരീഡിലെയും റിട്ടേൺ ആണ് തന്നിരിക്കുന്നത്, അല്ലാണ്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ അല്ല നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ആദ്യം കാണണം. പറഞ്ഞിരുന്നത് ഓർക്കുക, പ്രോബബിലിറ്റി മൾട്ടിപ്ലൈഡ് ബൈ റിട്ടേൺ ആയിരുന്നു, പോസിബിൾ റിട്ടേൺസ് ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കണം. ആ ടോട്ടലാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആയിട്ട് കണ്ടിരുന്നത്. അതിൽ രണ്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പ്രോബബിലിറ്റി തരാത്ത കേസ് ഉണ്ടായി, തരുന്ന കേസ് ഉണ്ടായി. അങ്ങനെ ചെയ്തത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ചെയ്ത് ഓർക്കണുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് ചെയ്യാം. 0.10 multiplied by 0.8, 0.20 multiplied by 10, 0.408, 0.205, 0.10 ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ എക്സിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടി. അതുപോലെ വൈയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ, അത് പ്രോബബിലിറ്റിയും റിട്ടേണും മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അതിൽ നിന്ന് ആദ്യം നമ്മൾ എക്സിൻ്റെയും വൈയുടെയും എക്സ്പെക്റ്റഡ് റിട്ടേൺ ആദ്യം കാണും. എന്നിട്ട് വേണം നമുക്ക് അതിൽ നിന്ന് പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാണും. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എക്സ് ആൻഡ് വൈ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇതിവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എക്സ് ആൻഡ് വൈ കാൽക്കുലേറ്റ് ചെയ്തത് ഇവിടെ എക്സിൻ്റെ 5%, വൈയുടെ 8%. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മിസ്റ്റർ മാർക്ക് ഡിസൈഡ്സ് ടു ഇൻവെസ്റ്റ് 50% ഓഫ് ഹിസ് വെൽത്ത് ഇൻ എക്സ് ആൻഡ് 50% ഇൻ വൈ. അപ്പോൾ ഇവിടെ പോർട്ട്ഫോളിയോയുടെ പ്രൊപ്പോർഷൻ തന്നു. പോർട്ട്ഫോളിയോയിൽ പറഞ്ഞിരിക്കുന്നത് 50% എക്സിലും 50% വൈയിലും. അങ്ങനെയാണെങ്കിൽ പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയാണ്? അപ്പോൾ ഇതിൽ നമ്മൾ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ മുൻപ് പോർട്ട്ഫോളിയോയുടെ ഇക്വേഷൻ പറഞ്ഞിരുന്നില്ലേ, അത് ചെയ്യുക. അതായത് 0.50 multiplied by 5 plus 0.50 multiplied by 8 അതിൻ്റെ ടോട്ടൽ എടുക്കുക. അങ്ങനെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 6.50 എന്നുള്ളത്. ഇത് അവർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ കണ്ടിട്ട് അതിൽ നിന്ന് അവസാനം ആഡ് ചെയ്താലും മതി. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്തിരുന്നത് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആദ്യം കാണാം. അത് കണ്ടതിന് ശേഷം പിന്നെ പോർട്ട്ഫോളിയോയുടെ കണ്ടാൽ മതി. അതായിരിക്കും നമുക്ക് എളുപ്പം. നമ്മൾ ഇതുവരെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. പിന്നെ അങ്ങനെ തന്നെ ചെയ്താൽ മതി. Okay, that's all about today's video. Thank you.